പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട MLA പ്രസാദ് സാറ്, ബഹുമാനപ്പെട്ട ലക്ഷ്മി മാഡം, അരങ്ങിൻ്റെ ആത്മമിത്രങ്ങളെ, അരങ്ങെന്ന് പറയുന്ന സംഘടന മുഹമ്മയിൽ വലിയൊരു സംഭവമൊന്നുമല്ല. ഇതൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ കഴിഞ്ഞ 22 വർഷമായി മുഹമ്മയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആ 22 വർഷത്തിനിടയിൽ ഏതാണ്ട് 160-ലധികം പ്രിയപ്പെട്ടവരെ, അത് വലിയവനോ ചെറിയവനോ എന്നല്ല, എല്ലാ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ടവരെ ഏതാണ്ട് 160 മേൽ ആൾക്കാരെ ആദരിക്കാനും ഒത്തിരി സാമൂഹിക വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുവാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ആരെങ്കിലും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഒത്തൊരുമയാണ്. അല്ലാതെ ഇത് നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ വിളിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തർ വന്നതാണ്. അല്ല, നമ്മൾ മറ്റൊരു സംഘടനാക്രമത്തിലൂടെ നോട്ടീസ് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. ഇന്നിവിടെ വരാനുള്ള കാരണം ആതിരാനിൽ കഴിഞ്ഞ കർക്കിടക 1-ന് ഇപ്പോൾ ഏതാണ്ട് 380 ദിവസമാകുന്നു. എല്ലാ ദിവസവും ഫേസ്ബുക്കിലൂടെ കവിതകൾ എഴുതി ലോകത്തിൻ്റെ മനസ്സിലേക്ക് ഒത്തിരി വിഷയങ്ങൾ, ഒരു സമൂഹം അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അധികരിച്ചുകൊണ്ടുള്ള മനോഹരങ്ങളായ, ചുമ്മാ ഒരു കവിത എഴുതുകയല്ലായിരുന്നു, മനോഹരങ്ങളായ കവിതകൾ, ഒത്തിരി നിരൂപകന്മാരൊക്കെ വിലയിരുത്തിയ ആ കവിതകളൊക്കെ എഴുതിയ ആതിരയെ അരങ്ങ് അനുഗ്രഹിക്കുക എന്നുള്ളത് ആതിരയുടെ കുടുംബത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ആതിരയുടെ കഴിവുകളൊക്കെ ആദ്യം തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് അരങ്ങിലൂടെയാണ്. ആ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു, ആതിരയെ ഒരു കവിയെ പരിചയപ്പെടുത്തുന്നത്, വയലാർ സരസാറിനെ പരിചയപ്പെടുത്തുന്നതും ആ മണ്ണിൽ കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വായിച്ചതൊക്കെ ആതിരയുടെ ജീവിതത്തിലെ ആ കവിത എഴുത്തിന് വലിയൊരു അനുഗ്രഹമായി മാറി. അങ്ങനെയാണ് ഈ അംഗീകാരം കിട്ടിയപ്പോൾ നമ്മളിലൂടെ വേണം ആതിരയ്ക്ക് നൽകാനെന്ന് അനിൽ സാർ ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ ആഗ്രഹമാണ് ഇന്നിവിടെ ഈ മനോഹരമായ ഇല്ലിക്കൽ ഹൗസ്. നമ്മളുടെ ചടങ്ങുകൾക്ക് എപ്പോഴും ഈ മനോഹരമായ പുണ്യഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും നല്ല മനസ്സോടെ നമ്മളോട് സഹകരിക്കുന്ന രഞ്ജിത് സാറും സൗമ്യയെല്ലാം സഹകരിക്കുകയും, അതുകൊണ്ട് തന്നെയാണ് ഈ മനോഹരമായ ഭൂമിയിൽ ഇന്ന് ഈ ഓണക്കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിസുന്ദരമായിട്ടുള്ള ഇവിടെ നിന്ന് ഈ അനുഗ്രഹം ആതിരയ്ക്ക് നൽകാൻ നമ്മൾ അരങ്ങ് ശ്രമിക്കുന്നത്. ഇന്ന് ഈ മഹിനിമായ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ആദരണീയനായ ചേർത്തല MLA. അതിനേക്കാൾ ഉപരി ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും ഒത്തിരി അറിവുകൾ നേടുകയും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്ന P. പ്രസാദ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആറുമയായി സൂപ്രണ്ടായി ഇന്ന് 37 വയസ്സിനിടയിൽ ആലപ്പുഴയിലെ എല്ലാ ഡോക്ടർമാർക്കും എല്ലാവർക്കും ശ്രദ്ധേയമാകുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അധികാരിയായി മാറിയ ലക്ഷ്മി മാഡം, നമ്മൾ ലക്ഷ്മിയും മുഹമ്മക്കാരെന്നുള്ളതിൽ ആദ്യമായി ആദരിച്ചത് നമ്മൾ തന്നെയാണ്. ആ കഴിവുകളെ എന്ന് കൈയടിച്ച് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ആദരം, കാരണം ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. ആ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരലും. ഈ മുഹൂർത്തങ്ങളിൽ ആതിരയ്ക്ക് ഈ ചടങ്ങിലേക്ക് സ്നേഹബഹുമാനത്തോടെ സ്വാഗതം. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ഋഷിയണ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ പ്രസാദ് സാറിൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് ചടങ്ങ് തുടങ്ങാം. ശ്രീ CP ഷാജി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഒരു വിസ്മയ പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഒരു കൊച്ചുമകൾ കവിത എഴുതുന്നു എന്നുള്ളത് ഒരു വിസ്മയമായിരിക്കില്ല. കാരണം കവിത എഴുതുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്കൊക്കെയും പരിചയമുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ ആതിര അനിലെന്ന് പറയുന്ന ഈ കൊച്ചുമിടുക്കി 365 ദിവസം എല്ലാ ദിവസവും ഓരോ കവിതകൾ എഴുതി ആ കവിതകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പോസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ കവിത എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതും ആ കവിതയെല്ലാം അർത്ഥവത്തായ കവിതകളാണ് എന്നുള്ളതുമാണ് ഞാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുതെ എന്തെങ്കിലും ഇന്നത്തേക്കൊന്ന് തികയ്ക്കണമല്ലോ എന്ന് കരുതി ഈ കുഞ്ഞ് എഴുതിയിട്ടില്ല. അപ്പോൾ 365 ദിവസം എഴുതി കഴിയുമ്പോൾ അങ്ങനെ എഴുതിയ ആളുകളില്ല, അധികമില്ല എന്നുള്ളതുകൊണ്ടും, പക്ഷേ ഈ പ്രായത്തിൽ ഒട്ടുമേ ഇല്ല എന്നുള്ളതുകൊണ്ടും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനകത്തേക്ക് ഈ മകൾ കയറി എന്നുള്ളത് അനിലിന് മാത്രമല്ല, അല്ലെങ്കിൽ ആതിരയുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് ആ മകളെ, ആതിരയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നല്ല കഴിവുള്ള മകളാണ്. അവൾ ഇപ്പം 365 കഴിഞ്ഞു, ഞാൻ റെക്കോർഡിലേക്കായി, എന്നാൽ നിർത്തിയേക്കാം എന്ന് തീരുമാനിച്ചില്ല. ആതിരയുടെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആതിരയുടെ കവിതകളുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആതിര ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും. ഇപ്പം 400 കവിതകളിൽ കൂടുതലായി അതും കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പോലും ഇപ്പോഴും വിശ്രമമില്ലാതെ പഠനത്തോടൊപ്പം തന്നെ ഈ കാര്യം കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അസാമാന്യമായ കഴിവ് ഈ മകൾക്കുണ്ട് എന്നുള്ളതാണ്. അതിന് അരങ്ങ്
എല്ലാവിധമായ അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അരങ്ങിടപെടാത്ത ഇടങ്ങളില്ല, അരങ്ങിൽ ബന്ധപ്പെടാത്ത ആളുകളുമില്ല. അത് അരങ്ങെന്ന കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സവിശേഷതയാർന്ന പ്രത്യേകതയാണ്. ആതിര അനിൽ എന്ന ഈ കൊച്ചുമിടുക്കിയെ ഇന്ന് തന്നെ കവിത എഴുത്തിൽ അല്ലെങ്കിൽ ഒരു കവി എന്നുള്ള തരത്തിൽ ഇന്ന് കേരളത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ കൊച്ചുമിടുക്കിയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മറ്റൊരു അഭിനന്ദനം പറയുന്നത് ഡോക്ടർ ലക്ഷ്മിയുടെ കാര്യത്തിലാണ്. ലക്ഷ്മിയുടെ അടക്കെല്ലാം നമ്മുടെ നാട്ടുകാരിയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിളിക്കാൻ നമുക്ക് പരമാവധി ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ നമ്മുടെ ഒരു കുടുംബാംഗം ഇതായിരിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും വിളിക്കാൻ കഴിയുന്നത് സ്വാതന്ത്ര്യമുള്ള ഒരാൾ നമുക്ക് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ മറ്റൊരു മുഹൂർത്തമാണ്. ഡോക്ടർ ലക്ഷ്മിയായി ഞാൻ ഹൃദയം നിറഞ്ഞ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് സാധാരണ മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ അവിടെ ചെല്ലുന്നവർ എന്ന് പറഞ്ഞാൽ. പല ദിവസങ്ങളിലും ഞാനും അവിടെ പല കാര്യങ്ങൾക്കായി പോകാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിലെ മറ്റേത് മെഡിക്കൽ കോളേജിൽ കാര്യത്തിനകത്തും എനിക്ക് തിരുവനന്തപുരം അടക്കം അല്ലെങ്കിൽ കേരളത്തിൽ നേരത്തെ വരെ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു പരിചയം ഞാൻ പോയിട്ടുള്ളത്. പക്ഷെ അന്നേരം എല്ലാം കാണുമ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള അതൊരു പ്രദേശത്തെ ജനങ്ങളുടെയും കൂടി ഇഷ്ടമാണ്. കാരണം സാധാരണ മനുഷ്യരടങ്ങുന്ന ഒരു മേഖലയിൽ നിന്നാണ് അവിടേക്ക് പോകുന്നത്. കോട്ടയമോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ കോളേജിനേക്കാളും പ്രത്യേകതയുള്ളത് പാവപ്പെട്ടവർ, സാധാരണക്കാർ, വർക്കിംഗ് ക്ലാസ് ആണ്, തൊഴിലാളികളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു നല്ല രീതിയിൽ ഇടപെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സൂപ്രണ്ട് ഉണ്ടാവണം. മുൻകാലങ്ങളിലും അതുപോലെ ഇടപെട്ട് നിന്നവരാണ്. പക്ഷേ എന്നാൽ നമുക്കൊക്കെ വലിയ ഹൃദയബന്ധമുള്ള ഒരാൾ, ഒരു ആത്മബന്ധമുള്ള ഒരാൾ നമ്മുടെ ആ പദവിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഇരട്ടി മധുരമുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നല്ല ചടങ്ങാണ് ഈ ചടങ്ങ്. ചെറുതെങ്കിലും ഈ നിൽക്കുന്ന ഓരോരുത്തരും ഞാൻ പറയല്ല, എല്ലാവരും ഓരോ മേഖലയിലായി വലിയ വലിയ തരത്തിൽ കഴിവുകൾ തെളിയിച്ച ആളുകളെല്ലാമാണ് ആതിരയെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആ മകളെ ഞാനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഡോക്ടർ ലക്ഷ്മിയെയും ആത്മാർത്ഥത അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞു അതൊരു ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയല്ല, അത് വളരെ വലിയ കുട്ടിയാണ്. നമ്മൾ ഓരോന്നും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മളുടെ മേന്മ പറയാ. കവിത എഴുതും, കവിത എഴുതും ചെയ്യും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക, അർത്ഥവത്തായിട്ട് ചെയ്യുക, അതാ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു എനർജി. ഇപ്പൊ നമ്മൾ ജെൻസിനെ പല രീതിയിൽ എല്ലാവരും പറയും, ജെൻസിക്ക് ഉത്തരവാദിത്വം ഇല്ല, റെസ്പോൺസിബിൾ അല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത രീതിയിൽ ജെൻസി എന്താന്ന് കാണിച്ചു തരുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ബഹളമല്ല, കാര്യങ്ങളും ഉണ്ട് നമുക്ക്. ഇപ്പൊ നവമാധ്യമങ്ങൾ എങ്ങനെ നന്നായി ഉപയോഗിക്കാം. ഇപ്പം കുറെ പേര് വെറുതെ നമുക്ക് റീലിടുന്നതും ഉണ്ട്. പക്ഷെ പല കഴിവുകൾ, നമ്മുടെ കഴിവുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആൾക്കാരെ കാണിക്കാം, അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ അർത്ഥവത്തായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജെൻസി നമുക്ക് രാഷ്ട്രീയത്തിലാണേലും ഇതുപോലത്തെ കഴിവുകളുടെ കാര്യത്താണേലും. അപ്പം ആതിര, പക്ഷെ ഒരു പരാതി ഉണ്ട്, അത് ആതിരയുടെ അച്ഛനോടാ. അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. ഈ നമ്മുടെ കൂട്ടായ്മയുടെ പേര് അരങ്ങെന്ന് തന്നെ. അപ്പൊ ഇവിടെ എല്ലാവരുടെയും കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നമ്മൾ അതിനെ കാണിക്കുന്നു. ഇപ്പൊ ഞാനും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഇതേപോലെ പക്ഷെ ഇതിന്റെ ഹിസ്റ്ററി സാറ് പറഞ്ഞ മാതിരി, ഷായ് സാറ് പറഞ്ഞ മാതിരി ഇത്ര കുറെ പേര് നമുക്ക് ഇപ്പൊ ആളുടെ എണ്ണമല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു ഈ ഒരു റെക്കഗ്നിഷൻ കാരണം എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, അതിനെന്നും അരങ്ങും ഉണ്ടാവണം. അതുപോലെ ഇതുപോലെ ആതിരയുടെ കവിത എഴുത്ത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അവള് മറ്റേ പുല്ലാങ്കുഴല്, വയലിൻ, അങ്ങനെ ഒത്തിരി കഴിവുകളുള്ള ഒരാളാണ്. ആതിരയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ ഉണ്ടാവട്ടെ. ആതിരയുടെ കഴിവുകൾ ആതിരയ്ക്ക് സന്തോഷം വരുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടാവും. അടുത്ത പ്രാവശ്യം അമ്മയെ കൂടെ കൊണ്ടുവരാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരം. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ള രഗിനോടാണ്. കാരണം ഞാൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് ഏതൊരു അച്ചീവ്മെന്റ് കിട്ടിയാലും ആദ്യം എന്നെ ആദരിക്കുന്നത് അരങ്ങാണ്.
അപ്പൊ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ കവിത എഴുതുന്ന ഈ ഒരു ജേർണിയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാനിത് കാണുന്നത്. അതിന്റെ ആദ്യത്തെ ആദരവ് അരങ്ങ് തന്നെ തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവർക്കും, കാരണം ഈ ഒരു ജേർണി എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് പൂർത്തിയാക്കാൻ പറ്റത്തില്ലായിരുന്നു. പല സമയത്ത് നിർത്തിയാലോ എന്ന് വരെ, കാരണം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും നിർത്താതെ എഴുതുന്നതും ഇതൊക്കെ കിട്ടിയതും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സും ഈ ഒരു യാത്ര എനിക്ക് തുടരാൻ പറ്റത്തുള്ളൂ. അപ്പം തുടർന്ന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ആതിര എഴുതിയ ആദ്യത്തെ കവിതാ സമാഹാരം മഴനൂൽ മുത്തുകൾ ഞാൻ വായിച്ചു. എനിക്ക് ആ കുട്ടി ഒരെണ്ണം തന്നു, ഞാനത് വായിച്ചു. അപ്പോൾ ഒരു 52ഓളം കവിതകൾ ചേർന്ന ഒരു കവിതാ സമാഹാരമാണ് എഴുതിയത്. പക്ഷെ അത് ഓരോ കവിതയും വായിച്ചു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളെയാണ് ആ കവിതകളിൽ ആ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വരികളിൽ ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ആ പദപ്രയോഗം, അത് പക്ഷെ ആ പ്രായത്തിന് അനുസൃതമായ ഒരു പദപ്രയോഗമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി മുതിർന്ന, അല്ലെങ്കിൽ കുറേ കൂടെ വായിച്ച് അതിനെ നിരീക്ഷിച്ച് വിലയിരുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ കൃതിയിലെ ഓരോ കവിതയിലും പറഞ്ഞിരിക്കുന്നത്. ആ വിഷയം സമൂഹത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അഭിനന്ദിക്കേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കവിത സമാഹാരം നമ്മൾ പുറത്തിറക്കിയെങ്കിൽ ആരൊക്കെ വായിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള അത് വായിക്കുക കൂടി വേണം. നമ്മൾ കൃതികൾ എഴുതുക എന്നത് മാത്രമല്ല, അത് നമ്മളുടെ ചുമതലയാണ്. വായിക്കുക എന്നുള്ളത് നമ്മളുടെ ചുമതലയാണ്. നമ്മളത് വായിച്ച് വിലയിരുത്തി അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതും നമ്മളുടെ ഒരു കടമയാണ്. അതുകൂടെ നമ്മൾ ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പരിപാടി നടത്തുവാനുള്ള സാഹചര്യവും സന്ദർഭവും ഒരുക്കിത്തരുന്ന ആ ഒരു വലിയ മനസ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഇല്ലിക്കൽ ഹൗസിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള അവസരം, അതിനേക്കാൾ ഉപരി രഞ്ജിത്തിൻ്റെ ഭാര്യ, അത് സത്യം പറഞ്ഞാൽ അത് ശരിക്കും അത്തരം ഒരാളിനെ, രഞ്ജിത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു വിശാലത, ഒരു വലിപ്പം, അത് ഒരു എന്തോ അപൂർവമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. കാരണം മനുഷ്യനോടുള്ള പെരുമാറ്റം, ആ ഒരു എളിമ, അത് എന്തോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇതെല്ലാം പിന്നെ നമ്മളുടെ സൂപ്രണ്ട് ഞങ്ങളുടെ ആദരവ് കൊടുത്തിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, സൂപ്രണ്ടിനെ സംബന്ധിച്ച് സൂപ്രണ്ടും ഇതുപോലെ തന്നെയാണ് എല്ലാം സൂപ്രണ്ട് കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, ആ എന്തോരം എഴുതുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് എന്താണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആണ് സൂപ്രണ്ട് ഇവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അരങ്ങിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.